like a Hellcat. ഹലോ, ലിറ്റിൽ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഒരു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ പാർലറിലോട്ട് പോവുകയാണ് എൻ്റെ മുടി ഒന്ന് സ്മൂത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇറങ്ങി നിൽപ്പുണ്ട്. ഇനി 11 മണിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇറങ്ങാം അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി വഴിയേ കാണാം. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കയ്യിൽ വീഡിയോ പിടുത്തുള്ള സ്റ്റിക്ക് ആയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് അവിടെ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഓട്ടോ വന്നപ്പം ഓട്ടോയിൽ കയറി. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അപ്പം പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ഓട്ടോയിൽ കയറി. ഞാൻ പാർലറിൽ എത്തിയിട്ടുണ്ട്. ഹായ്, ഞാൻ സ്മൂത്തനിങ് പറഞ്ഞിരുന്നു. അപ്പോയിൻമെന്റ് എടുത്തിരുന്നുണ്ടോ? ആ, ഇതാണ് കേട്ടോ നമ്മുടെ അകത്ത്. ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി വഴിയെ കാണാം. അപ്പോൾ ഈ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെ ആദ്യമുള്ള ഹെയറിൻ്റെ ഒരു സ്ട്രക്ചറും ലുക്കുമാണ്. ചെറിയൊരു ബേബി ആയിരുന്നു, കണ്ടോ? അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് താഴോട്ട് വളർന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് കൂടെ അത് വെച്ചിട്ട് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാലും അത് അവസാനം കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ ആദ്യമേ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ ഹെയർ വെർജിൻ ഹെയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് എൻ്റെ പോയിന്റഡ് പാർട്ടിനും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് വെക്കണം. സ്ക്രാച്ച് ചെയ്യുമ്പം ഒരു വൈറ്റ് പാർട്ടിക്കിൾ അതിൽ നിന്ന് വരും, വൈറ്റ് ആയിട്ടുള്ളൊരു പാർട്ടിക്കിൾ. അത് ക്യൂട്ടിക്കിളാണ്, നമ്മുടെ ക്യൂട്ടിക്കിൾ ഇളകി വരുന്നതാണ് ഒരു വൈറ്റ് ഇതിൽ സിസേഴ്സിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഹെയർ വാഷാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് ആൻറ്റി ഇതുപോലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ആൻറ്റി ഈ ബ്യൂട്ടീഷ്യൻ വർക്ക് പഠിപ്പിച്ചു കൂടി കൊടുക്കുന്നുണ്ട്. അവിടെ കോഴ്സായിട്ട് ചെയ്യിക്കുന്നുണ്ട്. കൂടാതെ ത്രെഡിങ്, ഹെയർ കട്ട്, അങ്ങനെ സെപ്പറേറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. അങ്ങനെ ആയിട്ടും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഫുൾ കോഴ്സായിട്ടും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഇതിലൂടെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയണിങ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഹെയർ വാഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് ഹെയർ ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അയണിങ് ആണ്. കാര്യങ്ങളെല്ലാം ചടപടിയെന്ന് തീരാനായിട്ട് 2 പേര് കൂടി നിന്നിട്ടാണ് ഹെയർ അയൺ ചെയ്തെടുത്തതും അതുപോലെ ക്രീമെല്ലാം അപ്ലൈ ചെയ്തതും. അങ്ങനെ ഷടപടേന്ന് അയണിങ് കഴിഞ്ഞു. ക്രീം അപ്ലൈ ആണ് ഇനി ചെയ്യാനുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് വീഡിയോ, ഹെയർ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, റീബോണ്ടിങ് അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര ഒരു രസമായിട്ട് തോന്നാറുണ്ട് അല്ലേ? എത്ര പെട്ടെന്നാണ് നമ്മുടെ
ഫേസ് ഹെയറിനൊക്കെ ഭയങ്കര ഒരു മാസ് ചേഞ്ചൊക്കെ വരുന്നത് അല്ലേ, അതൊക്കെ കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഇൻട്രസ്റ്റ് ആണ് കാണുമ്പോൾ, പക്ഷെ അവിടെ ഇരിക്കുന്ന ആളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, സ്വന്തമായിട്ട് പറയുവാണെങ്കിൽ ഇത് ആ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ എൻ്റെ മുടി അധികം കേളല്ലായിരുന്നു. അപ്പോൾ വലിച്ചു നീട്ടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വേദനയില്ലായിരുന്നു. അപ്പം ആൻറ്റി പറയുന്നുണ്ടായിരുന്നു, ഈ ഭയങ്കരമായിട്ട് കേളൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ മുടി എന്ന് പറയുന്നത് അത്രയും വലിച്ചു നീട്ടിയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇതാരും നെഗറ്റീവ് മൈൻഡിൽ എടുക്കരുത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നതാണ്. ഇച്ചിരി വേദനയൊക്കെ ഉണ്ടായിരുന്നു, പറയണമല്ലോ നമ്മൾ എല്ലാം. അത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എല്ലാം പറയുമ്പോൾ അതും കൂടി ഒന്ന് പറയണ്ടേ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ന്യൂ ആയിട്ട് ചെയ്യണം എന്നുള്ളവർ അവർക്ക് ഒരു ഇൻഫോർമേഷൻ നേരത്തെ അറിഞ്ഞിരിക്കാൻ വേണ്ടി എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ പിന്തിരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അത്യാവശ്യം ചെറിയ മുടി വലിക്കുമ്പോഴുണ്ടാകുന്ന പെയിനാണ്. ഫസ്റ്റ് സ്റ്റെപ്പിലെ ക്രീം അപ്ലൈ ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു 45 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 45 മിനിറ്റ് എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ഓരോരുത്തരുടെ ഹെയർ അനുസരിച്ചിരിക്കും അത് സെറ്റാകാനായിട്ട്. ചിലവർക്ക് പെട്ടെന്ന് തന്നെ അത് സെറ്റായി വരും, ചിലർക്ക് കുറച്ച് ലേറ്റ് ആവും. അപ്പം ഓരോ മുടിയുടെ രീതി അനുസരിച്ചിട്ടാണ്. ഫോർഹെഡിൽ പുരണ്ടിരിക്കുന്നത് മസാജിങ് ക്രീമാണ്, ഫേസ് മസാജിങ് ക്രീമാണ്. കാരണം എന്ന് വെച്ചാൽ തലയിൽ തേക്കുന്ന ആ ക്രീം നമ്മുടെ സ്കിന്നിൽ പുരണ്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ക്രീം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്ന ധൃതിയിലാണ്. ഞാൻ ഫുഡൊന്നും കരുതിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരു പപ്സ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇതേ അവിടെ ഇരുന്ന് ആരും കഴിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി വഴിയെ കാണാം. ക്രീം അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 35-40 മിനിറ്റ്സ് ആകുമ്പോൾ നമ്മളൊരു നോട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് കടുങ്കെട്ട് പോലെ ഊരിയെടുക്കാൻ പറ്റാത്ത രീതിയിലുണ്ട്. അത് മാറുകയാണെങ്കിൽ പ്രോസസ്സ് ആയി നടത്താം. അതല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ടെസ്റ്റ്, ഒരു മുടി അടിയിട്ടിട്ട് നമ്മൾ മുടി എലാസ്റ്റിസിറ്റി ഒന്ന് മാറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്യണം. ഇത് പ്രോസസ്സിങ് ആയി കഴിഞ്ഞ് ചെറിയ ലൂപ്പ് വാട്ടറിൽ വാഷ് ചെയ്യാം. സ്ട്രെയിറ്റനിങ് റിമൂവ് ചെയ്യാനാകുമ്പോൾ ഫസ്റ്റ് വാഷ് വരുമ്പോൾ ചെറിയ ലൂപ്പ് വാട്ടറിൽ വാഷ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വാഷിങ്ങും അയണിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്മൂത്തനിങ് ക്രീമാണ്, അതായത് ഇത് ഫിക്സ് ചെയ്യാനുള്ള ക്രീം അപ്ലൈ ചെയ്യണം. അത് ഫസ്റ്റ് ഡേയുടെ ഫൈനൽ വാഷാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിന് വാഷ് ചെയ്തതിന് ശേഷം ഒരു ക്രീം കൂടി അപ്ലൈ ചെയ്ത് വിട്ടായിരുന്നു. ഏകദേശം ഒരു 7 മണിക്കൂറാണ് ഞാൻ പാർലറിൽ സ്പെൻഡ് ചെയ്തത്. 11 മണിക്ക് വന്നു. ഒരു 5-5:30 പ്രോസസ്സെല്ലാം കഴിഞ്ഞത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ 3 ദിവസത്തിന് ശേഷം പാർലർ വാഷിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ആദ്യം വാഷ് ചെയ്ത് പിന്നെ സ്പായുടെ ക്രീം അപ്ലൈ ചെയ്ത് ഇരുത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എൻ്റെ വർക്ക് ചെയ്തത് ഇതിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, നേരത്തെ നിങ്ങൾ കണ്ടതല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സുമിത്ര ചേച്ചിയാണ് ഭൂമിൻ്റെ ഓണർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.